എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 100 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയുടെ തൊട്ടു താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. തൊട്ടു ശേഷം വരുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഇത്തരം ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ചോദ്യം ചിത്രത്തിലെ വ്യക്തിയെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ചിത്രത്തിൽ കാണുന്ന വ്യക്തി PN പണിക്കർ എന്ന മഹത് വ്യക്തിയാണ്. വായനാ ദിനം നമ്മൾ PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. ഇദ്ദേഹം കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ നേതാവായി വളരെയേറെ കേരളത്തിൽ പ്രയത്നിച്ചിരുന്നു. കേരളത്തിൽ വായനയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം നൽകിയ മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ചരമദിനം വായനാ ദിനമായി കേരളത്തിൽ ആചരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഉത്തരം PN പണിക്കർ. മൂന്നാമത്തെ ചോദ്യം PN പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? എന്താണ് PN പണിക്കരുടെ മുഴുവൻ പേര്? പുതുവായിൽ നാരായണ പണിക്കർ എന്നതാണ് PN പണിക്കരുടെ മുഴുവൻ പേര്. PN പണിക്കരുടെ ചരമദിനം എപ്പോഴാണ് PN പണിക്കർ മരണപ്പെട്ടത്? 1995 ജൂൺ 19 PN പണിക്കരുടെ ചരമദിനം. PN പണിക്കരുടെ ചരമദിനത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ജൂൺ 19 വായനാ ദിനമായി കേരളത്തിൽ ആചരിക്കുന്നത്. ഏത് വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത്? 1996 ജൂൺ 19 മുതൽ കേരളത്തിൽ വായനാ ദിനമായി ആചരിച്ചു വരുന്നു. 2018 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2018 വയലാർ അവാർഡ് ലഭിച്ചത്? KV മോഹൻകുമാർ എന്ന സാഹിത്യകാരനാണ് 2018 വയലാർ അവാർഡ് ലഭിച്ചത്. 2018 വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? KV മോഹൻകുമാറിൻ്റെ ഉഷ്ണരാശി എന്ന കൃതിക്കാണ് 2018 വയലാർ അവാർഡ് ലഭിച്ച കൃതി. 2018 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അവസാനമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്? M മുകുന്ദൻ എന്ന സാഹിത്യകാരനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ആനന്ദി എന്ന തൂലികയിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? P സച്ചിദാനന്ദൻ എന്ന സാഹിത്യകാരനാണ് ആനന്ദി എന്ന തൂലികയിൽ അറിയപ്പെടുന്നത്. മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതി ആരുടേതാണ്? മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതി? ആനന്ദിൻ്റെതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആനന്ദിൻ്റെതാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതി. 2018 വള്ളത്തോൾ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? M മുകുന്ദന് തന്നെയാണ് 2018 വള്ളത്തോൾ അവാർഡും ലഭിച്ചത്. 2018 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? EV രാമകൃഷ്ണൻ എന്ന സാഹിത്യകാരനാണ് 2018 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം. മിക്കി മൗസ് ആരുടെ സൃഷ്ടിയാണ്? ലോകപ്രസിദ്ധ കാർട്ടൂൺ കഥാപാത്രമായ മിക്കി മൗസ് ആരുടെ കൃതിയാണ്? വാൾട്ട് ഡിസ്നിയുടെ സൃഷ്ടിയാണ് മിക്കി മൗസ് എന്നത്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എവിടെയാണ്? തൃശ്ശൂർ ജില്ലയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണ്? ഏത് വർഷത്തിലാണ് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്? 2013. പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണ്? പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ, ഈ 3 പേരുമാണ് പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത്. ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, ഈ 3 പേരാണ് ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത്. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. കൃഷ്ണഗാഥയുടെ കർത്താവ് ആരാണ്? ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥയുടെ കർത്താവ്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. തിരൂർ തുഞ്ചൻ പറമ്പിലാണ് ഇദ്ദേഹത്തിൻ്റെ സ്മാരകം. ആരുടെ സ്മാരകമാണ് തിരൂർ തുഞ്ചൻ പറമ്പിൽ സ്ഥിതി ചെയ്യുന്നത്? എഴുത്തച്ഛൻ്റെ സ്മാരകമാണ് മലപ്പുറം ജില്ലയിലെ തുഞ്ചൻ പറമ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്.
കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? എഴുത്തച്ഛനാണ് കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ്. മലയാള സാഹിത്യ ചരിത്രമെഴുതിയ ഒരു മഹാകവിയുണ്ട്. ആരാണ് മലയാള സാഹിത്യ ചരിത്രമെഴുതിയ മഹാകവി? ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് ആ മഹാകവി. ഉമാകേരളം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ഉള്ളൂരിൻ്റെതാണ് ഉമാകേരളം എന്ന മഹാകാവ്യം. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? വള്ളത്തോളിൻ്റെയാണ് ചിത്രയോഗം എന്ന മഹാകാവ്യം. വള്ളത്തോൾ നാരായണ മേനോൻ. വീണപൂവി എന്ന കവിത രചിച്ച മഹാകവി ആരാണ്? കുമാരനാശാനാണ് വീണപൂവി എന്ന കവിത രചിച്ച മഹാകവി. ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാകവി ആരാണ്? ആരാണ് ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാകവി? കുമാരനാശാൻ. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന മഹാകവി ആരാണ്? കുമാരനാശാൻ തന്നെയാണ് സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന മഹാകവി. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി ആരാണ്? കുമാരനാശാനാണ് മഹാകാവ്യം എഴുതാതെ മഹാകവിയായത്. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത്. മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ് അദ്ദേഹം ഈ കവിത രചിക്കുന്നത്. കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? AR രാജരാജവർമ്മ എന്ന സാഹിത്യകാരനാണ് കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത്. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോളാണ് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. രാത്രിമഴ എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? സുഗതകുമാരിയുടെ പ്രസിദ്ധമായ കവിതാ സമാഹാരമാണ് രാത്രിമഴ എന്ന കൃതി. പരിസ്ഥിതി പ്രവർത്തകയായ പ്രശസ്ത മലയാള കവയിത്രി ആരാണ്? സുഗതകുമാരിയാണ് പരിസ്ഥിതി പ്രവർത്തകയായ പ്രശസ്ത മലയാള കവയിത്രി. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നത്. സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏതാണ്? സാഹിത്യകാരന് നൽകുന്ന ഇന്ത്യയിൽ ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? ജ്ഞാനപീഠം അവാർഡാണ് ഇന്ത്യ നൽകുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം. ജ്ഞാനപീഠം നേടിയ മലയാളി സാഹിത്യകാരന്മാർ ആരൊക്കെ? 5 പേർക്കാണ് മലയാള തീരത്ത് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച സാഹിത്യകാരന്മാർ. 1 ജി ശങ്കരക്കുറുപ്പ്, 2 SK പൊറ്റക്കാട്, 3 തകഴി, 4 MT വാസുദേവൻ നായർ, 5 ONV കുറുപ്പ്. ഇത്രയും പേർക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത്. ആദ്യ ജ്ഞാനപീഠ ജേതാവ് ആരാണ്? ഇന്ത്യയിലെ ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത് മലയാളക്കരയിലാണ്. അത് ജി ശങ്കരക്കുറുപ്പിനാണ്. ജ്ഞാനപീഠം നേടിയ ജീവിക്കുന്ന കഥാകൃത്ത് ആരാണ്? ജ്ഞാനപീഠം അവാർഡ് നേടിയ ജീവിക്കുന്ന കഥാകൃത്ത് ആരാണ്? MT വാസുദേവൻ നായരാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ജ്ഞാനപീഠം അവാർഡ് നേടിയ കഥാകൃത്ത്. ഓടക്കുഴൽ എന്ന കവിതയുടെ കർത്താവ് ആരാണ്? ജി ശങ്കരക്കുറുപ്പിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് ഓടക്കുഴൽ. 1901 ജനിച്ച് 1978 മരണപ്പെട്ട പ്രശസ്ത മലയാള സാഹിത്യകാരനാണ് ജി ശങ്കരക്കുറുപ്പ്. ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ എന്നീ കൃതികൾ ആരുടേതാണ്? SK പൊറ്റക്കാടിൻ്റെതാണ് ഈ കഥകളൊക്കെ. 1913 ഇദ്ദേഹം ജനിക്കുന്നത്. 1982 മരണപ്പെടുന്നത്. കേരളത്തിലെ പ്രശസ്തനായ സഞ്ചാര സാഹിത്യകാരൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ലോകസഭാംഗമായ പ്രശസ്ത മലയാള സാഹിത്യകാരൻ ആരാണ്? ലോകസഭാംഗം കൂടിയായ മലയാള സാഹിത്യകാരനാണ് SK പൊറ്റക്കാട്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികളാണ് സഞ്ചാര സാഹിത്യ കൃതികൾ. എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ്? SK പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ എന്ന കൃതി. ചെമ്മീൻ, കയർ എന്നീ വലിയ നോവലുകൾ എഴുതിയത് ആരാണ്? തകഴി ശിവശങ്കര പിള്ളയാണ് ചെമ്മീൻ, കയർ എന്നീ നോവലുകൾ എഴുതിയത്. അതിൽ ചെമ്മീൻ എന്ന നോവൽ ലോകത്ത് പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട കൃതി കൂടിയാണ്.
മലയാളത്തിലാണ് ചലച്ചിത്രമായി രൂപാന്തരപ്പെട്ട കൃതി കൂടിയാണ് തകഴിയുടെ ചെമ്മീൻ. രണ്ടിടങ്ങഴി എന്ന നോവൽ എഴുതിയത് ആരാണ്? തകഴിയുടെ മറ്റൊരു കൃതിയാണ് രണ്ടിടങ്ങഴി എന്ന കൃതി. തകഴിയുടെ ചെമ്മീൻ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആരാണ്? രാമു കാര്യാട്ടാണ് തകഴിയുടെ ചെമ്മീൻ എന്ന കൃതി ചലച്ചിത്രമാക്കിയ സംവിധായകൻ. വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ എഴുതിയത് ആരാണ്? തകഴിയുടെ പ്രസിദ്ധമായ മറ്റൊരു കഥയാണ് വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ. വരിക വരിക സഹചരേ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? നമ്മുടെ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് ആലപിച്ച ഗാനമായിരുന്നു വരിക വരിക സഹചരേ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം. ആരാണ് ഈ ഒരു വരികൾ രചിച്ചത്? അംശി നാരായണപിള്ളയുടേതാണ് ആ വരികൾ. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത ആരുടേതാണ്? ചെമ്മനം ചാക്കിയുടെ പ്രസിദ്ധമായ ദേശഭക്തി ഗാനമാണ് ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത. മലയാള സിനിമയുടെ പിതാവ് ആരാണ്? JC ഡാനിയലാണ് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. 2018 JC ഡാനിയൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഷീല എന്നിവർക്കാണ് 2018 JC ഡാനിയൽ അവാർഡ് ലഭിക്കുന്നത്. മലയാള സിനിമയിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രം ഏതാണ്? 1930 റിലീസായ വിഗതകുമാരൻ എന്ന ചലച്ചിത്രമാണ് മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രം. അത് സംവിധാനം ചെയ്തിട്ടുള്ളത് JC ഡാനിയലായിരുന്നു. രണ്ടാമത്തെ മലയാള നിശബ്ദ ചലച്ചിത്രം ഏതാണ്? മാർത്താണ്ഡവർമ്മ. 1931 റിലീസായ മാർത്താണ്ഡവർമ്മയാണ് കേരളത്തിൽ റിലീസായ രണ്ടാമത്തെ നിശബ്ദ ചലച്ചിത്രം. ആദ്യമായി ചലച്ചിത്രമാക്കിയ മലയാള നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ് ആദ്യമായി ചലച്ചിത്രമാക്കിയ മലയാള നോവൽ. CV രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മയാണ് ആദ്യമായി ചലച്ചിത്രമാക്കിയ മലയാള നോവൽ. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം ഏതാണ്? ബാലൻ എന്ന ചിത്രമാണ് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം. 1936 പുറത്തിറങ്ങുന്നത്. മലയാളത്തിലെ ആദ്യത്തെ വർണ്ണ ചലച്ചിത്രം ഏതാണ്? കണ്ടം വെച്ച കോട്ട്. 1961 റിലീസായ കണ്ടം വെച്ച കോട്ട് എന്ന ചലച്ചിത്രമാണ് മലയാളത്തിലെ ആദ്യത്തെ വർണ്ണ ചലച്ചിത്രം. കണ്ടം വെച്ച കോട്ട് എന്ന സിനിമയുടെ തിരക്കഥ എഴുതിയത് ആരാണ്? KT മുഹമ്മദിൻ്റെ തിരക്കഥയാണ് കണ്ടം വെച്ച കോട്ട് എന്ന സിനിമയായി പിന്നീട് പ്രത്യക്ഷപ്പെട്ടത്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല. കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത് എന്നീ കാവ്യ സമാഹാരങ്ങളുടെ കർത്താവ് ആരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് ഈ കവിതാ സമാഹാരങ്ങളുടെ കർത്താവ്. മാമ്പഴം എന്ന കവിതയുടെ കർത്താവ് ആരാണ്? വൈലോപ്പിള്ളിയുടെ മറ്റൊരു പ്രസിദ്ധമായ കൃതിയാണ് മാമ്പഴം. കാളിദാസന്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് ONV എഴുതിയ ദീർഘമായൊരു കാവ്യമുണ്ട്. ഏതാണ് അത്? ഉജ്ജയിനി എന്ന അദ്ദേഹത്തിൻ്റെ ദീർഘകാവ്യമാണ് കാളിദാസന്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് ONV എഴുതിയ കവിത. ഉപ്പ്, മൃഗയ എന്നീ കവിതാ സമാഹാരങ്ങൾ ആരുടേതാണ്? ONV കുറുപ്പിൻ്റെ തന്നെ പ്രസിദ്ധമായ മറ്റു സമാഹാരങ്ങളാണ്, കവിതാ സമാഹാരങ്ങളാണ് ഉപ്പ്, മൃഗയ എന്നീ കവിതാ സമാഹാരങ്ങൾ. രണ്ടാം മൂഴം എന്ന നോവലിൻ്റെ നായകൻ ആരാണ്? MT വാസുദേവൻ നായർ എഴുതിയ പ്രസിദ്ധമായൊരു നോവലാണ് രണ്ടാം മൂഴം. അതിലെ നായകൻ ഭീമസേനനാണ്. നാലുകെട്ട്, മഞ്ഞ് എന്നീ നോവലുകൾ എഴുതിയത് ആരാണ്? MT വാസുദേവൻ നായരുടെ പ്രസിദ്ധമായ കൃതികളാണ് നാലുകെട്ട്, മഞ്ഞ് എന്നീ നോവലുകൾ. മുറപ്പെണ്ണ് എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? MT വാസുദേവൻ നായർ തന്നെയാണ് മുറപ്പെണ്ണ് എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത്. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? എല്ലാ വർഷവും നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ അബുൽ കലാം ആസാദ് എന്ന മഹത് വ്യക്തിയുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്നു ഡോക്ടർ അബുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ അബുൽ കലാം ആസാദിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം, ഇന്ത്യ സ്വതന്ത്രമാകുന്നു എന്ന കൃതി. ഇനി വരുന്നൊരു തലമുറയ്ക്ക്
ഇവിടെ വാസം സാധ്യമോ എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ പരിസ്ഥിതി ഗാനം രചിച്ചത് ആരാണ്? ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. ഇഞ്ചിക്കാട് ബാലചന്ദ്രൻ്റെയാണ് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന പ്രസിദ്ധമായ പരിസ്ഥിതി ഗാനം. മലയാള ഭാഷ ഏത് കുടുംബത്തിൽപ്പെടുന്നു? ദ്രാവിഡ കുടുംബത്തിൽപ്പെട്ട ഭാഷയാണ് മലയാള ഭാഷ. ദേശീയ അധ്യാപക ദിനം ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നത്. അക്കിത്തം എന്നറിയപ്പെടുന്ന കവി ആരാണ്? അച്യുതൻ നമ്പൂതിരിയാണ് അക്കിത്തം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന മലയാള കവി. മലയാള സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തിരൂരിലാണ്. തിരൂരിലെ തുഞ്ചൻ എഴുത്തച്ഛൻ മലയാള സർവകലാശാല എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയാണ് മലയാള സർവകലാശാല. ആസ്ഥാനം തിരൂരാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന പ്രസിദ്ധമായ വരികൾ ആരുടേതാണ്? അക്കിത്തത്തിൻ്റെ പ്രസിദ്ധമായ വരിയാണ് അവ. എൻ്റെ നാടുകടത്തൽ എന്ന കൃതി ആരുടെ ആത്മകഥയാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ എന്ന കൃതി. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ. ഭൂമിയുടെ അവകാശികൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രസിദ്ധമായൊരു കൃതിയാണ് ഭൂമിയുടെ അവകാശികൾ. ഭൂമിയിൽ എല്ലാവർക്കും ഒരേ അവകാശമാണ് എന്ന് വിളിച്ചോതുന്ന പ്രസിദ്ധമായൊരു കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കൃതി. ആനവാരി രാമൻ നായർ കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥാപാത്രമാണ് ആനവാരി രാമൻ നായർ എന്ന വ്യക്തി. രമണൻ എന്ന അനശ്വര കാവ്യം എഴുതിയത് ആരാണ്? ചങ്ങമ്പുഴയുടെ പ്രസിദ്ധമായ പ്രണയകാവ്യമാണ് രമണൻ എന്ന അനശ്വരമായ കാവ്യം. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? വാസനാവികൃതി 1891 വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എഴുതിയ വാസനാവികൃതി എന്ന കൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? 1887 അപ്പു നെടുങ്ങാടി എഴുതിയ കുന്തലത എന്ന നോവലാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? അവകാശികൾ എന്ന നോവലാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. എഴുതിയിരിക്കുന്നത് വിലാസിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ്. വിലാസിനി എന്ന തൂലികാ നാമമുള്ളത് ആർക്കാണ്? MK മേനോൻ എന്ന സാഹിത്യകാരൻ്റെ തൂലികാ നാമമാണ് വിലാസിനി. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു നിർമ്മിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട്. 1814 ജനിച്ച് 1893 മരണപ്പെട്ട ഹെർമൻ ഗുണ്ടർട്ട് എന്ന വിദേശിയാണ് ആദ്യമായി മലയാള ഡിക്ഷണറി ഉണ്ടാക്കുന്നത്. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള ദിനപത്രം ഏതാണ്? ദീപിക. 1887 ആരംഭിച്ച ദീപിക ദിനപത്രമാണ് ഇന്നും പ്രസിദ്ധീകരണം തുടരുന്ന കേരളത്തിലെ ഏറ്റവും പഴയ മലയാള ദിനപത്രം. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരം. 1847 ആരംഭിച്ച രാജ്യസമാചാരമാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം. പത്രാധിപർ ഹെർമൻ ഗുണ്ടർട്ട് ആയിരുന്നു. മാധവിക്കുട്ടി കമലാ സുരയ്യയുടെ ആത്മകഥ ഏതാണ്? എൻ്റെ കഥ എന്ന കൃതിയാണ് മാധവിക്കുട്ടിയുടെ ആത്മകഥ. നിർമാതളം പൂത്ത കാലം എന്ന കൃതി എഴുതിയത് ആരാണ്? മാധവിക്കുട്ടിയുടെ പ്രസിദ്ധമായ മറ്റൊരു കൃതിയാണ് നിർമാതളം പൂത്ത കാലം. ആരാച്ചാർ എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് ആരാണ്? KR മീരയുടെ പ്രസിദ്ധമായ കൃതിയാണ് ആരാച്ചാർ എന്ന കൃതി. വയലാർ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള കവി ആരാണ്? വയലാർ രാമവർമ്മയാണ് വയലാർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മലയാള കവി. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? ഗ്രന്ഥാലോകം എന്ന പുസ്തകമാണ് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം. ഖസാക്കിൻ്റെ ഇതിഹാസം ആരുടെ കൃതിയാണ്? OV വിജയൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. ഇന്ദുലേഖ, ശാരദ എന്നീ നോവലുകൾ ആരുടേതാണ്? O ചന്തുമേനോൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് ഇന്ദുലേഖ, ശാരദ എന്നീ നോവലുകൾ. MT യും NP മുഹമ്മദും ചേർന്ന് എഴുതിയ നോവൽ ഏതാണ്?
അറബിപ്പൊന്ന് എന്ന കൃതിയാണ് MTയും NP മുഹമ്മദും ചേർന്ന് എഴുതിയ പ്രസിദ്ധമായ നോവൽ. ഈയിടെ അന്തരിച്ച പ്രശസ്ത മലയാള പത്രപ്രവർത്തക ആരാണ്? ലീല മേനോൻ എന്ന വ്യക്തിയാണ് ഈയിടെ അന്തരിച്ച പ്രശസ്ത മലയാള പത്രപ്രവർത്തക. 2018 ജൂൺ 3 അന്ത്യം. മലയാള ലിപി ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാരിക്കസ് എന്ന ഗ്രന്ഥത്തിലാണ് ആദ്യമായി മലയാള ലിപി അച്ചടിക്കുന്നത്. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യത്തെ ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാരിക്കസ് എന്ന ഡച്ചുകാർ സംഭാവന ചെയ്ത ഗ്രന്ഥമാണ് കേരളത്തിലെ സസ്യ സമ്പത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യത്തെ ഗ്രന്ഥം. മഹാത്മാഗാന്ധി തൻ്റെ ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ്? ഗുജറാത്തി ഭാഷയിലാണ് മഹാത്മാഗാന്ധി തൻ്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന കൃതി രചിക്കുന്നത്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലമാസിക ഏതാണ്? തളിരി എന്ന മാസികയാണ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലമാസിക. കണ്ണീരും കിനാവും എന്ന പ്രശസ്ത ആത്മകഥ ആരുടേതാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് കണ്ണീരും കിനാവും എന്ന കൃതി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെ തന്നെ പ്രസിദ്ധമായ ഒരു നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം. 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആരാണ്? S രാമേശ്വരൻ നായരാണ് 2018 സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സാഹിത്യകാരൻ. ദൈവത്തിൻ്റെ പുസ്തകം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? KP രാമനുണ്ണിയുടെ പ്രസിദ്ധ കൃതിയാണ് ദൈവത്തിൻ്റെ പുസ്തകം എന്ന കൃതി. 2016 മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മലയാളി നടിയായ സുരഭി ലക്ഷ്മിക്കാണ് ഏറ്റവും മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. 2017 മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ശ്രീദേവി എന്ന നടിക്കാണ്. ഓടയിൽ നിന്ന് എന്ന പ്രശസ്ത കൃതി ആരുടേതാണ്? P കേശവദേവിൻ്റെ പ്രസിദ്ധമായ നോവലാണ് ഓടയിൽ നിന്ന് എന്ന കൃതി. പപ്പു ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഓടയിൽ നിന്ന് എന്ന കൃതിയിലെ കഥാപാത്രമാണ് പപ്പു. ഓമന തിങ്കൾക്കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചത് ആരാണ്? ഇരയിമ്പൻ തമ്പിയുടെ പ്രസിദ്ധമായ താരാട്ടുപാട്ടാണ് ഓമന തിങ്കൾക്കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതി ആരുടേതാണ്? M മുകുന്ദൻ്റെ പ്രസിദ്ധമായൊരു കൃതിയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതി. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ ഭാഗം അഭിനയിച്ചത് ആരാണ്? ബെൻ കിങ്സ്ലി എന്ന വ്യക്തിയാണ് ഗാന്ധി എന്ന സിനിമയിൽ ഗാന്ധിജിയായി അഭിനയിച്ചത്. ഗാന്ധി സിനിമ 1982 പുറത്തിറങ്ങുന്നത്. ആ സിനിമയുടെ സംവിധായകൻ ആരാണ്? റിച്ചാർഡ് ആറ്റൻബറോ എന്ന വ്യക്തിയാണ്. ബ്രിട്ടീഷുകാരനായ റിച്ചാർഡ് ആറ്റൻബറോ എന്ന വ്യക്തിയാണ് ഗാന്ധി സിനിമയുടെ സംവിധായകൻ. തക്ഷൻകുന്ന് സ്വരൂപം എന്ന നോവൽ ആരുടെ കൃതിയാണ്? UK കുമാരൻ്റെ പ്രശസ്ത കൃതിയാണ് തക്ഷൻകുന്ന് സ്വരൂപം എന്ന കൃതി. ചെറുകാടിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ജീവിതപാത എന്ന കൃതിയാണ് ചെറുകാടിൻ്റെ ആത്മകഥ. ചെറുകാടിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? ഗോവിന്ദ പിഷാരോടി എന്നതാണ് ചെറുകാടിൻ്റെ യഥാർത്ഥ നാമം. ഉറൂബിൻ്റെ ശരിയായ പേര് എന്താണ്? PC കുട്ടിക്കൃഷ്ണൻ എന്നുള്ളതാണ് ഉറൂബിൻ്റെ യഥാർത്ഥ നാമം. കോവിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? VV അയ്യപ്പനാണ് കോവിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ. വെയിൽ തിന്നുന്ന പക്ഷി എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? A അയ്യപ്പൻ്റെതാണ് വെയിൽ തിന്നുന്ന പക്ഷി എന്ന കവിതാ സമാഹാരം. കാക്കനാടൻ്റെ യഥാർത്ഥ പേര് എന്താണ്? ജോർജ് വർഗീസ് എന്നതാണ് കാക്കനാടൻ്റെ യഥാർത്ഥ നാമം. ഇത് ഭൂമിയാണ് എന്ന നാടകം രചിച്ചത് ആരാണ്? KT മുഹമ്മദിൻ്റെ പ്രസിദ്ധമായ നാടകമാണ് ഇത് ഭൂമിയാണ് എന്ന നാടകം. വൃദ്ധസദനം എന്ന നോവൽ ആരുടെ കൃതിയാണ്? TV കൊച്ചുബാവയുടെ പ്രസിദ്ധമായ നോവലാണ് വൃദ്ധസദനം എന്ന കൃതി. ആൽക്കമിസ്റ്റ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? പൗലോ കൊയ്ലോയുടെ ലോകപ്രസിദ്ധ നോവലാണ് ആൽക്കമിസ്റ്റ് എന്ന കൃതി. പാവങ്ങൾ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? വിക്ടർ ഹ്യൂഗോയുടെ ലോകപ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് പാവങ്ങൾ എന്ന കൃതി. യുദ്ധവും സമാധാനവും എന്ന കൃതി ആരുടേതാണ്? റഷ്യക്കാരനായ ലിയോ ടോൾസ്റ്റോയുടെ ലോകപ്രസിദ്ധമായ മറ്റൊരു കൃതിയാണ് യുദ്ധവും സമാധാനവും എന്ന കൃതി.
കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ആരാണ്? MT വാസുദേവൻ നായരാണ് കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്ന മലയാളി സാഹിത്യകാരൻ. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഇന്ദുചൂടൻ്റെ പക്ഷി നിരീക്ഷണ പുസ്തകമാണ് കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം. ഇന്ദുചൂടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന പക്ഷി നിരീക്ഷകൻ ആരാണ്? KK നീലകണ്ഠൻ എന്ന പരിസ്ഥിതി സ്നേഹിയാണ് ഇന്ദുചൂടൻ എന്ന തൂലികയിൽ അറിയപ്പെടുന്ന പക്ഷി നിരീക്ഷകൻ. എലിപ്പത്തായം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ്റെ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് എലിപ്പത്തായം എന്ന ചലച്ചിത്രം. സാഹിത്യത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ് സാഹിത്യത്തിൽ നോബൽ സമ്മാനം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ കൃതിയാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന നോവൽ ആരുടെ കൃതിയാണ്? മുട്ടത്ത് വർക്കിയുടെ പ്രസിദ്ധമായൊരു നോവലാണ് ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന കൃതി. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്നാണ്? ലോക ലിറ്ററസി ഡേ. സെപ്റ്റംബർ 8 ലോക സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത്. ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എപ്പോൾ? ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം എന്നാണ്? ഇന്റർനാഷണൽ മദർ ടങ് ഡേ എന്നറിയപ്പെടുന്നത് ഫെബ്രുവരി 21. താങ്ക് യു എവരിബഡി. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ തൊട്ടു താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ ആവശ്യപ്പെടുകയാണ്. താങ്ക് യു വെരി മച്ച്.